വോട്ടെടുപ്പിലെ കാലതാമസം സംബന്ധിച്ച് നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് കോൺഗ്രസ്. വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിലെ കാലതാമസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാളെ പരാതി നൽകുമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നും പ്രവീൺകുമാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലായിടത്തും പലയിടത്തും പോയിട്ടുണ്ട്. പക്ഷേ അവലോകനത്തിൽ പങ്കെടുത്ത വടകര മാത്രമാണ്. ആ യോഗത്തിന് ശേഷം ഞങ്ങൾക്ക് റിപ്പോർട്ട് ഇട്ടിരുന്നു. ഒന്ന്, അവർ UDF ആധിപത്യമുള്ള ബൂത്തുകളിലെ പോളിംഗ് ചെറിയ രീതിയിൽ അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടാവും. രണ്ടാമത്, CPM സംശയമുള്ള UDF വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ആളുകളെയും ഭീഷണിപ്പെടുത്തി ഓപ്പൺ വോട്ട് ചെയ്യുന്നു. ഓപ്പൺ വോട്ടിൻ്റെ അകത്തുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പോളിംഗ് നീണ്ടുപോയത്, വോട്ടർ പട്ടിക ക്രമക്കേട്, ഈ 3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നാളെ ഇലക്ഷൻ കമ്മീഷൻ വരെ കൊടുക്കാൻ പോവാണ്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തടസ്സപ്പെടുത്താനുള്ള നീക്കമുണ്ടായി എന്ന രാഷ്ട്രീയ ആരോപണമാണോ കോൺഗ്രസ് ജില്ലാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്? എന്തൊക്കെയാണ് അവർ പറയുന്നത്? തീർച്ചയായും വേണു, അതുതന്നെയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം CPM ഭാഗത്തുമുണ്ടായി എന്ന ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ മുന്നോട്ട് വെക്കുന്നത്. CPM തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ ഓഫീസ് CPM വാർ റൂമുകളായി പ്രവർത്തിച്ചു. UDF ആധിപത്യമുള്ള ബൂത്തുകളിൽ ഇത്തരത്തിൽ വോട്ടെടുപ്പ് വൈകിപ്പിച്ചു. ഇതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നത്. 1, വോട്ടർ പട്ടികയിലെ ക്രമക്കേട്. 2, വോട്ടെടുപ്പ് നടപടിയിൽ വൈകിയത്. 3, ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേട്. ഈ 3 കാര്യങ്ങൾ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാളെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പരാതി നൽകാൻ ഒരുങ്ങുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വലിയ രീതിയിൽ പരാതി UDF ഭാഗത്തുമുണ്ടായിരുന്നു. KK രമ MLA ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടെടുപ്പ് വളരെ വൈകുന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന ഒരു ആരോപണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ, ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇത്തരമൊരു ആരോപണം UDF ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആരോപണങ്ങളിലാണ് നാളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുന്നത്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.